നമസ്കാരം. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മകളുമൊക്കെ ജയിലറകളിലേക്ക് പോകേണ്ട കാലം വിദൂരമല്ല എന്ന് പറയേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. വീണ വിജയനും എക്സാലോജിക്ക് CMRL എന്നീ കമ്പനികൾക്കും നോട്ടീസ് നൽകുന്നതിനാണ് നിയമോപദേശം ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിലൊക്കെ വളരെ വലിയ വാർത്തകളുണ്ടാകുന്നു. ഇപ്പോൾ നിയമോപദേശം തേടുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. വീണ വിജയനൊപ്പം തന്നെ എക്സാലോജിക്കും CMRL എന്നീ പറയപ്പെടുന്ന കമ്പനികൾക്കൊക്കെ നോട്ടീസ് നൽകുന്നതിലാണ് നിയമോപദേശം ഇപ്പോൾ തേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്? എക്സാലോജിക്കിന് പണം നൽകിയ എല്ലാ കമ്പനികൾക്കുമാണ് ഇപ്പോൾ നോട്ടീസ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എക്സാലോജിക്ക് അനധികൃതമായി പണം ശേഖരിച്ചിരിക്കുന്നു. ശേഖരിച്ച തെളിവുകളും രേഖകളും കേസിൽ നിർണായകമാവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കേസിൽ ED അന്വേഷണത്തിന് തടയിടാൻ പല വിധത്തിലും വീണ വിജയനും എക്സാലോജിക്കുമൊക്കെ നിയമനീക്കങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നിയമോപദേശം തേടാൻ EDയും തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മാസപ്പടി കേസിൽ ഈ ECIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ED അന്വേഷണം എന്ന് പറയപ്പെടുന്നത് അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ED അന്വേഷണം ആരംഭിക്കുന്ന പിന്നെ ചങ്കെടുപ്പ് കൂടുകയാണ് ഇവർക്ക്. ECIR രജിസ്റ്റർ ചെയ്തതോടുകൂടി തന്നെ ED ഔദ്യോഗികമായ അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നുള്ളതാണ്. SFIയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. ആ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെയാണ് അവരും വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ED അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അന്വേഷണം ശക്തമാകാൻ പോകുന്നു. കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങി എന്നിട്ടുള്ള കേസാണ് ഇപ്പോൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നൽകാത്ത സേവനം, നൽകാൻ കഴിയാത്ത ഒരു സേവനത്തിന് ലക്ഷങ്ങൾ കൈപ്പറ്റിയതാണ് വീണ വിജയനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ആരോപണമെന്ന് പറയപ്പെടുന്നത്. പണം വാങ്ങി സേവനങ്ങൾ നൽകുന്നു എന്നുണ്ടെങ്കിൽ ആ സേവനങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പറയുവാനുള്ള ആർജവം എക്സാലോജിക് എന്ന് പറയപ്പെടുന്ന കമ്പനി ഉടമ പറയേണ്ടതാണ്. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം സേവനം നൽകാതെ പണം വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പല കമ്പനികളും, ഒരു കമ്പനിയല്ല പല കമ്പനികളും അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് മാത്രം വീണ വിജയന് പണം നൽകുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടി വരും. അപ്പോൾ എന്തൊക്കെയോ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് തന്നെയല്ലേ KMRL അടക്കമുള്ള കമ്പനികൾ ഇവരുമായി സഹകരിച്ചത് എന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ, ആ ഇടപാടുകൾ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും മാത്രമല്ല CPMന്റെ നേതാക്കളും സംസ്ഥാന സെക്രട്ടറിയും അടക്കം പറയുന്നത് മടിയിൽ കനമില്ല, അതുകൊണ്ട് ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ്. മടിയിൽ കനമുള്ളവന് മാത്രം വഴിയിൽ ഭയന്നാൽ മതി എന്ന് പറയപ്പെടുന്ന വാദഗതികൾ ഉന്നയിക്കുന്ന പഴഞ്ചൊല്ലുകൾ പറയുന്ന മുഖ്യമന്ത്രിക്ക് പക്ഷേ നാവനക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ അടക്കം ജയിലിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ്? മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. താൻ അടച്ച പഴുതുകളൊക്കെ ഓരോന്നോരോന്നായി, അത് SFI ആണെങ്കിലും ഇപ്പോൾ ED ആണെങ്കിലും ഒക്കെ തുറന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പഴുതുകൾ അടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് ED അടക്കം മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി ഒരുക്കി വയ്ക്കുന്ന കെണികളൊക്കെ, പ്രതിരോധത്തിൻ്റെ കെണികളൊക്കെ തച്ചു തകർക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇനി രക്ഷയില്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരുന്ന കേരള സർക്കാരിൽ ഇനിയുള്ള കാലം മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ പോകുന്നു, തിരിച്ചറിയാൻ പോകുന്നു. സത്യസന്ധമായിട്ടുള്ളതാണിത് എന്ന് തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് കടക്കാൻ പോകുന്നു ഇവിടുത്തെ ജനങ്ങൾ. കാരണം ഇന്നുവരെ അവരുടെ മനസ്സിൽ അവരുണ്ടാക്കിയെടുത്തു വെച്ചിരുന്ന ഒരു വിഗ്രഹമുണ്ടായിരുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന നേതാവിനെ കുറിച്ച്. ആ വിഗ്രഹം ഉടഞ്ഞു വീഴാൻ പോകുകയാണ്. ഇന്ന് വരെ തയ്യാറാക്കിയെടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്ന് പറയപ്പെടുന്നത് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്. താൻ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങൾ, അഴിമതികൾക്കൊക്കെ കൃത്യമായ അന്വേഷണം നടക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിടിവീഴുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുമ്പോഴാണല്ലോ മൗനിയായി മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഓരോ മനുഷ്യനും. അതേ മനുഷ്യൻ്റെ മുഖവും ഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. മകളെ സംരക്ഷിക്കുവാനും സംരക്ഷണ കവചമൊരുക്കുവാനും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്ന ഒരു അച്ഛൻ. പക്ഷേ അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. ഒരു നാടിനെ സംരക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്നാക്കം പോകരുത് എന്നുള്ള ചിന്ത പോലുമില്ലാത്ത മുഖ്യമന്ത്രി സ്വന്തം മകളെ സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ കവചം തീർക്കുന്നതിൻ്റെ തിരക്കിലാണ്.
പാർട്ടിയും പാർട്ടിക്കാരും അണികളും എന്നുവേണ്ട CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തോടും LDF എന്ന് പറയപ്പെടുന്ന മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരൊക്കെയും വീണാ വിജയന് വേണ്ടി ഇങ്ങനെ രക്ഷാകവചങ്ങൾ തീർക്കുന്ന തിരക്കിലേക്ക് പോകുമ്പോഴും EDയും SFIയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ തട്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് മുഖ്യമന്ത്രിയും വീണാ വിജയനും എത്തുന്നു എന്നുള്ളതാണ്. എത്രയൊക്കെ നിയമോപദേശം തേടിയാലും ചെയ്തു കൂട്ടിയത് അഴിമതിയാണെങ്കിൽ, കൈകളിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടുണ്ട് എങ്കിൽ സത്യമെന്നുള്ളത് തിരിച്ചറിയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവുകയും മുഖ്യമന്ത്രിയും മകളുമൊക്കെ ജയിലറകളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് എത്രയൊക്കെ നിങ്ങൾ രക്ഷാകവചങ്ങൾ ഒരുക്കിയാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രിയും മകളുമൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അന്വേഷണ ഏജൻസികൾ കടന്നു വരാൻ പോകുന്നത് AKG സെൻറ്ററിനകത്തേക്കും ക്ലിഫ് ഹൗസിനകത്തേക്കുമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം മാസപ്പടി വിവാദമാണെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള തിരിമറികൾ അഴിമതികൾ നടത്തിയിട്ടുണ്ടോ അതൊക്കെ വളരെ കൃത്യമായി കണ്ടുപിടിക്കുന്നതിനുള്ള തീരുമാനത്തോടുകൂടി തെളിവുകളോടുകൂടി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയൊക്കെ നിങ്ങൾ പ്രതിരോധം തീർത്താലും ആ പ്രതിരോധത്തെയൊക്കെ തകർത്തുകൊണ്ടായിരിക്കും EDയുടെ അന്വേഷണം പുരോഗമിക്കുക. എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അഴിമതി നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വീണാ വിജയൻ അടക്കം അറസ്റ്റിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല.